അടുത്തതായി ഓവത്തിൻ്റെ സ്ട്രക്ചർ നോക്കാം. സ്ട്രക്ചർ ഓഫ് ഓവം നോക്കുകയാണെങ്കിൽ ഓവത്തിൻ്റെ സ്ട്രക്ചർ റൗണ്ടാണ്, റൗണ്ട് ഷേപ്പാണ്. അതുപോലെ നമുക്കറിയാം മെയിൽ ഗാമറ്റ് മാത്രമേ മോട്ടിലിറ്റി ഉള്ളൂ, അതുകൊണ്ട് ഓവം നോൺ മോട്ടൈലാണ്. റൗണ്ടാണ്, നോൺ മോട്ടൈലാണ്. ഗാമേറ്റ് ആയതുകൊണ്ട് ഹാപ്ലോയിഡ് ഫീമെയിൽ സെക്സൽ, ഹാപ്ലോയിഡ് എൻ ക്രോമസോം കണ്ടീഷൻ, ബിക്കോസ് റീപ്രൊഡക്റ്റീവ് ഗാമറ്റുകളൊക്കെ ഹാപ്ലോയിഡ് കണ്ടീഷനാണ്. അതുപോലെ ഹ്യൂമൺ ഓവത്തിനെ നമ്മൾ പറയുന്നത് എ ലെസിത്താൽ എന്നാണ്. എ ലെസിത്താൽ എന്ന് പറഞ്ഞാൽ യോക്ക്, ഓൾമോസ്റ്റ് യോക്ക് ഇല്ലാത്ത, വിത്തൗട്ട് എനി യോക്ക് സബ്സ്റ്റൻസ് ഇല്ലാത്തതാണ് എ ലെസിത്താൽ എന്ന് പറയുന്നത്. ഇനി ഓവുലേഷൻ സമയത്ത് ഈ ഓവം നമ്മൾ എന്തായിട്ട് പുറത്ത് വരുന്നത് സെക്കൻഡറി oocyte ഓവുലേഷൻ സമയത്ത് വരുന്നത്. സോ അറ്റ് ഓവുലേഷൻ നമ്മളതിന് പുറത്തേക്ക് വരുന്ന ഓവുലേഷൻ കഴിഞ്ഞ് സെക്കൻഡറി oocyte. പിന്നെ ഓവത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഓവത്തിൻ്റെ സ്ട്രക്ചറാണ് സെൻട്രലി ലൊക്കേറ്റഡ് ന്യൂക്ലിയസ് കാണും, അതുപോലെ ഡെൻസ് സൈറ്റോപ്ലാസം ഉണ്ട്. സോ ഇറ്റ് ഹാസ് ലാർജ് സെൻട്രലി ലൊക്കേറ്റഡ് ന്യൂക്ലിയസ് ആൻഡ് ഡെൻസ് സൈറ്റോപ്ലാസം. അതുപോലെ സൈറ്റോപ്ലാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഫുഡ് മെറ്റീരിയൽസ് ഉണ്ടാവും. ഫോർ ഫർദർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫർദർ സ്റ്റേജസിനൊക്കെ വേണ്ടിയുള്ള ഒരുപാട് ഫുഡ് മെറ്റീരിയൽസ് ഉണ്ടാവും. സ്പേമിനാണെങ്കിൽ നമ്മൾ പറയുന്നത് റിസർവ് ഫുഡ് വളരെ കുറവാണ്, അതേസമയം ഓവത്തിൽ ഒരുപാട് റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഉണ്ട്, ബിക്കോസ് ഫർദർ ഡെവലപ്മെൻറ്റും എല്ലാം നടക്കുന്നത് ഫീമെയിൽ ബോഡിയിലാണ്. അതാണ് സ്ട്രക്ചർ ഓഫ് ഓവം. ഇനി ഈ ഓവത്തിന് 4 എൻവലപ്പുകളുണ്ട്. 4 എൻവലപ്പ്. ഇറ്റ് ഹാസ് 4 എൻവലപ്പ്, 4 കവറിങ്ങുകളുണ്ട്. ഒന്നാമത്തേതാണ് പ്ലാസ്മ മെംബ്രെയിൻ, രണ്ടാമത്തേത് വൈറ്റലൈൻ മെംബ്രെയിൻ, മൂന്നാമത്തേത് സോണ പെല്യൂസിഡ, നാലാമത്തേത് കൊറോണ റേഡിയേറ്റ. സോ ഓവത്തിന് 4 എൻവലപ്പ് അഥവാ കവറിങ്ങുകളുണ്ട്. ഒന്നാമത്തേത് പ്ലാസ്മ മെംബ്രെയിൻ, ഏതൊരു സെല്ലിലും ഉണ്ടാകുന്ന അതിൻ്റെ കവറിങ് ആണ് പ്ലാസ്മ മെംബ്രെയിൻ. അതുപോലെ ഇതൊരു ഫീമെയിൽ സെക്സ് ആയതുകൊണ്ട് പ്ലാസ്മ മെംബ്രെയിൻ ഇന്നർ മോസ്റ്റ് ലെയറാണ്. സോ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഇന്നർ മോസ്റ്റ് ലെയർ. ഇതാണ് ഒരു ഹ്യൂമൺ ഓവം. സോ അതിൻ്റെ സൈറ്റോപ്ലാസം, അതിൻ്റെ ന്യൂക്ലിയസ്, ഈ ഇന്നർ മോസ്റ്റ് സൈറ്റോപ്ലാസം ന്യൂക്ലിയസും കാണുന്ന ഏറ്റവും ആദ്യം കാണുന്ന ലെയറാണ് പ്ലാസ്മ മെംബ്രെയിൻ. ഇന്നർ മോസ്റ്റ് ലെയറാണ് പ്ലാസ്മ മെംബ്രെയിൻ. അടുത്ത ലെയറാണ് വൈറ്റലൈൻ മെംബ്രെയിൻ. സെക്കൻഡ് ലെയർ ഈസ് വൈറ്റലൈൻ മെംബ്രെയിൻ. സോ പ്ലാസ്മ മെംബ്രെയിൻ കഴിഞ്ഞിട്ട് അതിൻ്റെ സൈറ്റോപ്ലാസം, ഡെൻസ് സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ലെയറാണ് പ്ലാസ്മ മെംബ്രെയിൻ. അത് കഴിഞ്ഞ് അടുത്ത ലെയറാണ് വൈറ്റലൈൻ മെംബ്രെയിൻ. വൈറ്റലൈൻ മെംബ്രെയിൻ എന്ന് പറയുന്നത് തിന്നാണ്, വളരെ കനം കുറവാണ്, ട്രാൻസ്പെറൻറ്റ്, തിൻ ട്രാൻസ്പെറൻറ്റ് ലെയറാണ്. അത് പ്ലാസ്മ മെംബ്രെയിന് ചുറ്റും, ഔട്ട്സൈഡ് ദ പ്ലാസ്മ മെംബ്രെയിൻ. സോ പ്ലാസ്മ മെംബ്രെയിന് പുറത്തായിട്ടാണ് വൈറ്റലൈൻ മെംബ്രെയിൻ കാണുന്നത്. തിൻ ട്രാൻസ്പെറൻറ്റ് ലെയറാണ്. അത് സെക്രീറ്റ് ചെയ്യണത് ഓവത്തിൻ്റെ സൈറ്റോപ്ലാസം. സോ ഈ ഓവത്തിൻ്റെ സൈറ്റോപ്ലാസമാണ് ഈ പ്ലാസ്മ മെംബ്രെയിന് ചുറ്റുമുള്ള ആ വൈറ്റലൈൻ മെംബ്രെയിൻ. ഇതാണ് വൈറ്റലൈൻ മെംബ്രെയിൻ. ആ വൈറ്റലൈൻ മെംബ്രെയിൻ സെക്രീറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ ലെയറാണ് സോണ പെല്യൂസിഡ. നമ്മൾ പറഞ്ഞതാണ് ഓവത്തിന് ആ സെക്കൻഡറി oocyte ആയിട്ട് മാറുമ്പോൾ ടെർഷറി ഫോളിക്കിളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അത് സെക്കൻഡറി oocyte ആയിട്ട് മാറുമ്പോൾ അതിന് ഗ്രാഫിൻ ഫോളിക്കിളായി മാറുമ്പോൾ, ടെർഷറി ഫോളിക്കിൾ കഴിഞ്ഞ് ഗ്രാഫിൻ ഫോളിക്കിളായിട്ട് മാറുമ്പോൾ അതിന് 1 more ലെയർ ഫോം ചെയ്യും, അഡീഷണൽ കവറിങ്. അതാണ് സോണ പെല്യൂസിഡ. അതാണ് ഇവിടെ പറയുന്നത് സോണ പെല്യൂസിഡ. തിക്കാണ്, ട്രാൻസ്പെറൻറ്റ് ലെയറാണ്. ഇറ്റ് ഈസ് സെക്രീറ്റഡ് ബൈ ഫോളിക്കിൾ സെൽസ് ഓഫ് ദ ഓവറി. ബിക്കോസ് ഓഫ് ഫോളിക്കിൾ ഡെവലപ്മെൻ്റ് ആയിരുന്നു നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടേർഷറി, ഗ്രാഫിയൻ ഫോളിക്കിൾ ആകുമ്പോഴാണ് മെച്ചുവേർഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ ഓവമായിട്ട് റിലീസ് ചെയ്യുന്നത്, സെക്കൻഡറി oocyte റിലീസ് ചെയ്യാൻ പോകുന്ന സമയത്താണ് അതിന് ഒരു സോണ പെല്യൂസിഡ എന്ന് പറഞ്ഞ ലെയർ. സോ അത് ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ബൈ ഫോളിക്കിൾ സെൽസ് ഓഫ് ദ ഓവറി. സോ നമ്മുടെ ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, അതിന് ആദ്യം കാണുന്ന ലെയർ ഇന്നർ മോസ്റ്റ് ലെയർ പ്ലാസ്മ മെംബ്രെയിൻ, അത് കഴിഞ്ഞ് ഔട്ടർ മോസ്റ്റ് ലെയർ വൈറ്റലൈൻ മെംബ്രെയിൻ, തിൻ ട്രാൻസ്പെറൻ്റ് ആണ്. അത് കഴിഞ്ഞ് കാണുന്ന ലെയറാണ് ഈ ബ്ലൂ കളറായിട്ട് കാണിച്ചിരിക്കുന്ന ലെയറാണ് സോണ പെല്യൂസിഡ. സോണ പെല്യൂസിഡ കുറച്ചുകൂടി തിക്കാണ്, അതുകൊണ്ട് നമുക്കൊരു ഡബിൾ ഇതായിട്ട് കാണും. തിക്ക് സോണ പെല്യൂസിഡ തിക്ക് ട്രാൻസ്പെറൻറ്റ് ലെയറാണ്. ഫോളിക്കിൾ സെൽസ്, ഓവറിയുടെ ഫോളിക്കിൾ സെൽസ് ആണ് അത് സെക്രീറ്റ് ചെയ്യുന്നത്. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞു വൈറ്റലൈൻ മെംബ്രെയിൻ സെക്രീറ്റ് ചെയ്യുന്നത് ഓവത്തിൻ്റെ സൈറ്റോപ്ലാസമാണ് അത് സെക്രീറ്റ് ചെയ്തത്. നാലാമത്തെ മെംബ്രെയിനാണ് അല്ലെങ്കിൽ എൻവലപ്പാണ് ഓവത്തിന് കൊറോണ റേഡിയേറ്റ. കൊറോണ റേഡിയേറ്റ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറാണ്. ഓവത്തിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറാണ്, സെല്ലുലാർ ലെയറാണ്. ഇലോങ്ങേറ്റഡ് ഫോളിക്കിൾ സെൽസ്, ഇതേ ഫോളിക്കിൾ സെൽസ് കുറച്ച് ഇലോങ്ങേറ്റഡ് സ്ട്രക്ചറായിട്ട് മാറുമ്പോഴാണ് കൊറോണ റേഡിയേറ്റ. ഇതാണ് ആ ഗ്രീൻ കളർ ഇതായിട്ട് നമുക്ക് കാണിച്ചേക്കണത്. ഇതൊക്കെ കൊറോണ റേഡിയേറ്റ. ഇതൊക്കെ കൊറോണ. ചിലത് എക്സ്റ്റെൻഡ് റേഡിയലി അറേഞ്ച്ഡ് എക്സ്റ്റെൻഡ് സെൽസ് ആയിട്ട് കാണും. ഫോളിക്കിൾ സെൽസ് തന്നെ ഇലോങ്ങേറ്റഡ് ആയിട്ട് റേഡിയലി അറേഞ്ച് ചെയ്തതാണ് കൊറോണ റേഡിയേറ്റ. കൊറോണ റേഡിയേറ്റ എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ലെയറാണ്.
ഇലോങ്ങേറ്റഡ് ഫോളിക്കിൾ സെൽസ് ആണ്. ഇത്രയാണ് ഒരു ഓവത്തിൻ്റെ 4 എൻവലപ്പുകൾ. നോക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ പറഞ്ഞ സെൻട്രൽ ലൊക്കേറ്റഡ് ന്യൂക്ലിയസ് ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, അത് കഴിഞ്ഞ് ആദ്യം കാണുന്ന എൻവലപ്പാണ് പ്ലാസ്മ മെംബ്രെയിൻ, അത് കഴിഞ്ഞ് കാണുന്ന എൻവലപ്പാണ് വൈറ്റ് ലൈൻ മെംബ്രെയിൻ. ഓവത്തിൻ്റെ സൈറ്റോപ്ലാസമാണ് അത് സെക്രീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കാണുന്ന ലെയറാണ് സോണ പെല്യൂസിഡ. സോണ പെല്യൂസിഡ കുറച്ചുകൂടി തിക്ക് ആൻഡ് ട്രാൻസ്പെറൻ്റ് ആണ്. അത് നമ്മുടെ ഫോളിക്കിൾ സെൽസ് തന്നെയാണ് അതിനെ സെക്രീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കാണുന്നതാണ് റേഡിയലി ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള കൊറോണ റേഡിയേറ്റ. കൊറോണ റേഡിയേറ്റ എന്ന് പറഞ്ഞ സെൽസ് അതും നമ്മുടെ എന്താണ് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഫോളിക്കിൾ സെൽസ് തന്നെ ഇലോങ്ങേറ്റഡ് ആയിട്ട് സെക്രീറ്റ് ചെയ്യുന്നതാണ്. ഇത്രയാണ് ഓവത്തിൻ്റെ സ്ട്രക്ചർ അഥവാ എൻവലപ്പുകളുടെ ഫീച്ചേഴ്സ്.